നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കെപ്പയും ലീഗ് കപ്പ് ഫൈനലും തമ്മിൽ എന്താണ് പ്രശ്നം? ആഴ്സണലിന് വേണ്ടി ഇറങ്ങി ഇന്നലെ ചെയ്ത് കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് സിറ്റിയുടെ ആദ്യ ഗോൾ പിറക്കുന്നത്. കെപ്പ അരിസബലാഗ EFL കപ്പിൻ്റെ ഫൈനലുകൾ അദ്ദേഹം മറക്കില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഫൈനലിൽ ഇങ്ങനെ അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. നേരത്തെ ഓർമ്മയുണ്ട്, 2019 എക്സ്ട്രാ ടൈമിൽ അദ്ദേഹത്തെ സബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ വരൂല എന്ന് പറഞ്ഞ് സബ് ചെയ്ത് കയറിപ്പോകാൻ അദ്ദേഹം തയ്യാറായില്ല. അന്നത് വലിയ ചർച്ചയായിരുന്നു. ഒടുവിൽ പെനാൽറ്റീസിൽ ചെൽസി തോറ്റു. 2022 ഷൂട്ടൗട്ടിന് അദ്ദേഹത്തെ സബ് ചെയ്തിറക്കി. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി കിക്ക് മിസ് ചെയ്തു. ചെൽസി വീണ്ടും തോറ്റു. ഇതൊക്കെ EFL കപ്പിൻ്റെ ഫൈനലിലാണ് നടക്കുന്നത്. ലീഗ് കപ്പിൻ്റെ ഫൈനലിൽ വീണ്ടും ഇന്നലെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്, 2026 4 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിൽ ആഴ്സണലിൻ്റെ വലയിലേക്ക് സിറ്റി ആദ്യ ഗോൾ അടിച്ചുകൊണ്ട് ആ ഡെഡ് ലോക്ക് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നു. സോ കെപ്പയും ലീഗ് കപ്പിൻ്റെ ഫൈനലും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ദുരൂഹമായി തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, കൃത്യമായ തീരുമാനമാണ് കെപ്പയുടെ കാര്യത്തിൽ എടുത്തത്. എന്തുകൊണ്ട് റയയെ കളിപ്പിക്കാതെ കെപ്പയെ കളിപ്പിച്ചു എന്നുള്ള ചോദ്യം വരുമ്പോൾ തനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നാണിപ്പോൾ മൈക്കൽ ആർട്ടിറ്റ പറയുന്നത്. ആർട്ടിറ്റയുടെ വാക്കുകളിലേക്ക് നോക്കുക. അദ്ദേഹം പറയുന്നു, ഐ വുഡ് ഡു ദാറ്റ് അഗെയിൻ, നോ റിഗ്രറ്റ്സ്. ഇനി വീണ്ടും വേണമെങ്കിൽ ചെയ്യും. കെപ്പ ഇനി ഇറക്കും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എനിക്കതിലൊരു ദുഃഖവും ഖേദമൊന്നുമില്ല. എനിക്കെന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യും. ഐ ഹാവ് ടു ഡു വാട്ട് ഐ തിങ്ക് ഈസ് റൈറ്റ്, ഹോണസ്റ്റ് ആൻഡ് ഫെയർ. എന്ത് സത്യസന്ധം, എന്താണ് ഫെയർ, എന്താണ് ശരിയെന്ന് എനിക്ക് തോന്നി അത് ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും അത് വളരെ വളരെ അൺഫെയർ ആയി പോകും. അദ്ദേഹത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ടീമിൽ എനിക്ക് തോന്നിയത് ശരിയായി തോന്നുന്നത് ചെയ്യാതെ സംതിങ് ഡിഫറെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കെപ്പയോടും ടീമിനോടൊക്കെ ചെയ്യുന്ന അൺഫെയറായ കാര്യമായി പോകും. അതുകൊണ്ട് ഞാനീ ചെയ്തത് ശരിയാണ്, എനിക്കിതിലൊരു ഖേദവുമില്ല, ഇനി വേണമെങ്കിൽ വീണ്ടും ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റയയെ പുറത്തിരുത്തി എന്തുകൊണ്ട് കെപ്പയെ കളിപ്പിച്ചു എന്നുള്ള ചോദ്യം ആർട്ടിറ്റയ്ക്ക് നേരെ വരുമ്പോൾ അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും കെപ്പയുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.